എത്രയോ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ കഴിഞ്ഞ ഡിസംബർ 29 എനിക്ക് ഗുരുവായൂർ പോകാൻ സാധിച്ചത് കേട്ടോ. അപ്പോൾ അന്നേ ദിവസം എനിക്കുണ്ടായൊരു കൃഷ്ണാനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എല്ലാ കൃഷ്ണപ്രിയർക്കും വേണ്ടി ഞാനത് സമർപ്പിക്കുന്നു. ഭഗവാനിലുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ എൻ്റെ ഈ അനുഭവം നിങ്ങൾക്കൊക്കെ ഉപകാരമാവുമെന്ന് വിശ്വസിക്കുന്നു. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഭഗവാനെ കാണാൻ പോകണം എന്നുള്ളത്. പക്ഷേ കുറേ കാലമായിട്ട് എനിക്കത് സാധിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം നമ്മൾ പോവാമെന്ന് തീരുമാനിച്ച സമയത്ത് പെട്ടെന്നാണ് ഒരു മുടക്കം വന്നിട്ട് പോവാൻ നമ്മൾ തീരുമാനിച്ചതങ്ങ് ഇല്ലാണ്ടായിപ്പോയി. നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു പോക്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. മനസ്സിലെന്തൊക്കെയാണോ ഞാൻ ഭഗവാന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, എനിക്കതൊക്കെ കിട്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഗുരുവായൂരിൽ നിന്ന് മടങ്ങിയത് നാട്ടിലേക്ക്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുക. 29 തിങ്കളാഴ്ചയായിരുന്നു നമ്മൾ ഗുരുവായൂരേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ശിവേലിക്ക് കൂടണമെന്നും ശിവേലിക്ക് നമ്മൾ നാമജപം ഉണ്ടല്ലോ, പുറകെ ഹരേ രാമ ഹരേ കൃഷ്ണ വിളിച്ചിട്ട് എല്ലാവരും പോകുന്നുണ്ടല്ലോ. അപ്പോൾ കുറേ കാലമായിട്ട് ഇനി ആഗ്രഹമായിരുന്നു എനിക്ക് അങ്ങനെ ആ ഒരു നാമജപത്തിൽ പങ്കെടുക്കണം എന്നുള്ളത്. മാത്രമല്ല എനിക്ക് മോനെയും കൊണ്ട് ഭജന ചൊല്ലിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാനൊരു പ്രാർത്ഥന പോലെ പറഞ്ഞതാണ്. മോന് വയറിന് ചെറിയൊരു അസുഖം വന്നിട്ട് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കാണിച്ചുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ അപ്പം തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലഡ് കാണുക, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എൻ്റെ മനസ്സിൽ എനിക്ക് വന്നതാണ് പെട്ടെന്നൊരു ചിന്ത, ഇങ്ങനെ ഭഗവാന്റെ സന്നിധിയിൽ പോകണം, ഭഗവാന്റെ സന്നിധിയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എനിക്ക് ഭഗവാന്റെ ഭജന മോനും എനിക്കും കൂടി ചൊല്ലണം എന്നൊക്കെ. പിന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അത്യാഗ്രഹമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു കൃഷ്ണാനുഭവം എന്തായാലും എനിക്ക് തരണേ ഭഗവാനെ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയെന്ന് 2025 ഡിസംബർ 29 തിങ്കളാഴ്ച രാത്രി നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി ക്യൂ നിന്നിട്ടില്ല, ദർശനത്തിനല്ല, അല്ലാണ്ട് നമ്മൾ കയറുമല്ലോ ശിവയിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പ്രദക്ഷിണം ചെയ്തിട്ട് പ്രസാദം വാങ്ങാൻ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ നിന്നു. കുറച്ച് ആൾക്കാർ, ഒരു 4-5 ആൾക്കാരുണ്ടായിട്ടുണ്ട്. അങ്ങനെ പിറകെ നിന്നു. മക്കള് ഏറ്റവും പിറകിൽ ഞാൻ, അതിന് മുന്നിൽ മക്കളും, പിന്നെ സുനിയേട്ടനും എൻ്റെ ഹസ്ബൻഡാണ്. അങ്ങനെ നിന്നു. നമ്മൾ ഓരോരുത്തരായിട്ട് പ്രസാദം വാങ്ങി. എനിക്ക് കയ്യിലാണ് കിട്ടിയത്, മക്കൾക്ക് കയ്യിലാണ് കിട്ടിയത്. പക്ഷെ സുനിയേട്ടന് ഇലയിലാണ് കൊടുത്തത്, പൂജാരി കൊടുത്തത് ഇലയിലാണ്. പൂവ് അതൊക്കെ വെച്ചിട്ട് കൊടുക്കുമല്ലോ ചന്ദനം ഇട്ടിട്ട്. അങ്ങനെ അതിൽ ചുവന്നൊരു പട്ട് കണ്ടു. അപ്പോൾ എനിക്ക്, ഞാനിങ്ങനെ പറഞ്ഞു കേട്ടതേ ഇല്ലു ഭഗവാനെ ചാർത്തിയ പട്ടുകോണകം കിട്ടുക എന്നുള്ളത് കണ്ടിട്ടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ സുനിയേട്ടന് തീരെ അറിയില്ലായിരുന്നു ഇതെന്താന്നുള്ളത്. ഇങ്ങനെ സംശയിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം അത് കണ്ട സമയത്ത് എനിക്ക് സന്തോഷവും വന്നു, കാരണം എനിക്ക് സങ്കടവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സുനിയേട്ടൻ എന്നെ ഇതിനോടെ ഒന്ന് നോക്കി. അതായത് ഞാൻ ഈ കണ്ണൻ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നീയാണല്ലോ പിറകെ പോകുന്നത്, എന്നിട്ട് ഭഗവാൻ എനിക്ക് ഇത് തന്നു എന്നില്ല ഒരു അഹങ്കാരമൊന്നും എന്തെന്നറിയില്ല, ഒരു പ്രത്യേക ഭാവത്തിൽ എന്നെ നോക്കി. അപ്പോൾ എനിക്ക് ആൾക്കത് കിട്ടിയ സമയത്ത് എനിക്ക് സന്തോഷമായി, ഒപ്പം എനിക്ക് സങ്കടമായി. അതെനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം എൻ്റെ മനസ്സിൽ നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ശിവേലിക്ക് നിന്ന സമയത്തും എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ശിവേലിക്ക് ഒരുമിച്ച് പിറകെ നടക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്രമല്ല നാമജപത്തിന് അവരെ ഒന്നിച്ച് ആ ഒരു പവറിൽ തന്നെ അങ്ങ് ചൊല്ലിയിട്ട് പോകണമെന്ന്, ഹരേ രാമ ഹരേ കൃഷ്ണ ചൊല്ലണമെന്ന് ഭയങ്കര ആഗ്രഹം കുറേ കാലമായിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് അത് സാധിച്ചില്ല, ശിവേലി കൊണ്ട്. പക്ഷെ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. പിറ്റേന്നാളാണ് നമുക്ക് പോകേണ്ടത്, പിറ്റേന്നാൾ നമുക്ക് പോകണം. അപ്പോൾ അതിനുള്ളിൽ ഇതൊക്കെ നടക്കുമെന്നുള്ളൊരു ഇതായിരുന്നു, പേടി. കാരണം നമുക്ക് അത്രമാത്രം സമയമില്ലല്ലോ, പെട്ടെന്ന് നമുക്ക് ട്രെയിനും കാര്യങ്ങളൊക്കെ കിട്ടണം അടങ്ങി പോകാൻ വേണ്ടിയിട്ട്. അപ്പം മോനെയും കൊണ്ട് ഇവർ പ്രസാദം വാങ്ങിയിട്ട് അച്ഛനും മകളും വേറെ വഴിക്ക് പോയി. ഞാനും മോനുമാണ് ശിവലിക്ക് ഒരുമിച്ചുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ നമുക്ക് സഹസ്രനാമം ചൊല്ലാം. അത് എൻ്റെ അടുത്ത് പറയാനൊരു കാരണം എന്ന് വെച്ചാൽ, ഞാൻ കുറേ നാളായിട്ട് മോൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടുണ്ട് ചക്രപാണി ഭഗവാന്റെ അടുത്ത് ഞാൻ എപ്പോഴും പോകുന്നത്. എൻ്റെ ചക്രപാണീശ്വരൻ ഭജനക്ക് ഞാൻ വ്യാഴാഴ്ച തോറും പോകുന്ന അമ്പലമാണ്. അപ്പോൾ എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പം ഞാൻ മോനെയും കൊണ്ട് വിഷ്ണു സഹസ്രനാമം ചക്രപാണീശ്വരൻ്റെ മുറ്റത്തിരുന്ന് ചൊല്ലണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മോൻ ആന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതുവരെ അത് സാധിച്ചിട്ടില്ല. അപ്പം മോൻ പറഞ്ഞു, എന്തായാലും അമ്മ ഇവിടുന്ന് നമുക്ക് ചൊല്ലാന്ന് അവൻ്റെ വായിൽ നിന്ന് അത് ഭഗവാൻ പറയിച്ചതെന്ന് വേണം ശരിക്കും പറഞ്ഞാൽ പറയാൻ വേണ്ടിയിട്ട്. കാരണം സഹസ്രനാമം മുന്നേ മോൻ വായിച്ചിട്ടില്ല. ഞാൻ ഒരു തവണയായിട്ടും സുസ്മിത ജയതീശൻ അറിയാമല്ലോ എല്ലാവർക്കും,
അപ്പം ടീച്ചറെ പിന്നെ വോയിസിൻ്റെ ഒന്നിച്ച് അങ്ങനെ ചൊല്ലിയതല്ലാണ്ട് എനിക്കും സംസ്കൃതം അറിയില്ല. കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ എനിക്ക് കിട്ടുകയും ചെയ്യില്ല. ആകെ തപ്പി തടഞ്ഞിട്ടൊക്കെയാണ് ഞാൻ വായിക്കുക. അപ്പം ഞാൻ ആന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പറഞ്ഞാലും പിറകെ നടന്നാലും എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് പല കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോയി. ഇതുവരെ ചൊല്ലാൻ സാധിക്കാത്തൊക്കെ അവസ്ഥയായിരുന്നു. അപ്പോൾ അവനത് സമ്മതിച്ച സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. മാത്രമല്ല ഞാൻ പറഞ്ഞു ഭഗവാന്റെ എന്തെങ്കിലും ഒരു കീർത്തനം എന്തെങ്കിലും ഒരു നമുക്ക് അറിയാവുന്നൊരു ഭജൻ ചൊല്ലാന്നുള്ള രീതിയിൽ 1 2 അതും പറഞ്ഞ സമയത്ത് സമ്മതിച്ചു. അങ്ങനെ നമ്മൾ അന്നേ ദിവസം രാത്രി അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം സഹസ്രനാമം വാങ്ങി. ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമം 20 രൂപേൻ്റെ ചെറിയ ഒരു പുസ്തകം അത് വാങ്ങി. പിറ്റേന്നാൾ നമ്മളിങ്ങനെ അന്ന് പോകണ്ടെന്ന് സുനിയേട്ടൻ പറഞ്ഞു. പിറ്റേന്നാൾ നമുക്ക് ഇന്ന് പോകണ്ട, നമുക്ക് പിറ്റേന്നാൾ പോവാം. അതായത് 29-ന് വന്നാൽ നമ്മൾ 30-നാണ് പോകാമെന്ന് വിചാരിച്ചത്. 30-നും ഗുരുവായൂർ തങ്ങിയിട്ട് 31-നാണ് വൈകുണ്ഠ ഏകാദശി, ബുധനാഴ്ച. ചൊവ്വാഴ്ച അല്ല, ബുധനാഴ്ച മടങ്ങാന്നുള്ള തരത്തിലായിരുന്നു പ്ലാൻ ഇട്ടു. പോകാമെന്നുള്ളത് മാറ്റി തീരുമാനിച്ചു. അങ്ങനെ പിറ്റേന്നാൾ നമ്മൾ 4:30 ക്യൂവിൽ നിന്നതാണ്. ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ അന്ന് ശ്രീകോവിലിനകത്ത് കയറി ഭഗവാനെ ദർശനം കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഏകദേശം 6 മണിക്കൂർ ക്യൂ നിന്നു. അപ്പോൾ നല്ലപോലെ ദർശനം കിട്ടി, നല്ലപോലെ മനസ്സറിഞ്ഞ് തൊഴുതു. അപ്പോഴും എൻ്റെ മനസ്സിൽ ഒന്ന് സഹസ്രനാമം ചൊല്ലാന്ന് പറഞ്ഞ കാര്യം നമ്മൾ അവിടെ വിട്ടുപോയിട്ടുണ്ട്. ഭഗവാന്റെ ഭജന ചൊല്ലണം, പിന്നെ ശിവേലിക്ക് ചൊല്ലണം, ശിവേലിക്ക് ചേരണം, ഹരേ രാമ ഹരേ കൃഷ്ണ ചൊല്ലണം എന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹം. ഇതൊന്നും നടന്നിട്ടില്ല. മാത്രമല്ല കൃഷ്ണാനുഭവം, എനിക്കൊരു കൃഷ്ണാനുഭവം വേണമെന്ന് പറയുന്നത് ആ സമയത്തും നടന്നിട്ടില്ല. 4:30 കഴിഞ്ഞ് 11 മണിയായല്ലോ. പിന്നെ അങ്ങോട്ട് ഇത് എനിക്ക് ഭയങ്കര ഇടങ്ങേറായിരുന്നു. ഞാൻ വിചാരിച്ച കാര്യമൊന്നും നടന്നില്ല എന്നുള്ളത്. അങ്ങനെ രാത്രിയായി. രാത്രി എന്ന് പറയുമ്പോൾ രാത്രിയത്തെ ശിവേലിയാണ്. രാത്രിയത്തെ ശിവേലിക്ക് ഞാൻ മോനെ വിളിക്കേണ്ട താമസം മോൻ എൻ്റെ അടുത്ത് പെട്ടെന്ന് ഇറങ്ങി വന്നു. നമുക്ക് പോവാം അമ്മ എന്നുള്ളത്. മോള് വന്നിട്ടുണ്ടായിട്ടില്ല, സ്നേഹത്തിന് വന്നിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ശിവേലിക്ക് ചേരേണ്ടവർ എവിടെയാണ് നിൽക്കേണ്ടത്, എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് മുന്നോട്ട് നടന്നു. അതിനിടയിൽ ഒരു കാര്യം പറയാൻ എനിക്ക് വിട്ടുപോയി. സുനിയേട്ടന് പട്ടുകോണം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അന്നേ ദിവസം തന്നെ രാത്രി ഞാൻ ഒറ്റയ്ക്ക് അമ്പലത്തിൻ്റെ അകത്ത് പോയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ മക്കളും സുനിയേട്ടനും കൂടെ പുറത്ത് അവർക്കെന്തോ ചന്തയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോയ സമയത്ത് ഞാൻ വരുന്നില്ല, ഞാൻ അമ്പലത്തിൽ പോകുന്നെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ അകത്ത് ഞാൻ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ തനിയെ ഇരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇതായിരുന്നു, ഇതുപോലെ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ ഭഗവാന്റെ പട്ടുപോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാനെന്ത് ചെയ്തു എന്നറിയോ, ഇതുപോലെ എൻ്റെ കയ്യിൽ ചില്ലറ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ തപ്പി ഒരു 5 റുപ്യയുടെയോ എൻ്റെ ബാഗിൽ തപ്പിയിട്ട് എനിക്ക് കിട്ടി. അത് ഞാൻ ഇട്ടിട്ട് അപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഈ പൂജാരിക്ക് എനിക്കും അതൊക്കെ തരാൻ മനസ്സ് തോന്നണേ, ഭഗവാന്റെ പട്ടുപോകണം എനിക്ക് കൂടെ കിട്ടിയെങ്കിൽ ഇതിൽ ആഗ്രഹത്തോടെയാണ് ഈ ചന്ദനം വാങ്ങാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി ചന്ദനം വാങ്ങി തൊട്ടതാണ്. പിന്നെ എനിക്കിത് കിട്ടുമെങ്കിലോ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പോയി നിന്നതാണ്. പക്ഷെ എനിക്ക് ഇലയും കിട്ടിയില്ല, ഒന്നും തന്നില്ല. കയ്യിൽ ഒരു ഉണ്ട ചന്ദനം പതിവ് പോലെ നേരത്തെ തന്ന പോലെ തന്നെ തന്നു. അപ്പം എൻ്റെ മനസ്സിലായൊരു നിരാശ ഉണ്ടായിരുന്നു, അയ്യോ കിട്ടിയില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അതിന് ശേഷമാണ് പിറ്റേന്നാൾ രാത്രി ഞാനും മോനും കൂടി ഇങ്ങനെ ശിവേലിക്ക് പോകുന്നത്. അവിടെയാണല്ലോ ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയിട്ടില്ലത്. അങ്ങനെ ശിവേലിയിൽ സ്ഥലം നമുക്ക് അമ്പലത്തിലെ ജീവനക്കാരനോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു തന്നു. നമ്മൾ മാറി നിന്നു. നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ ഒരു ഹസ്ബൻഡും ഒരു വൈഫും ഉണ്ടായിരുന്നു. അവരെനിക്ക് തോന്നുന്നു അവർ ശിവേലിക്ക് കൂടാൻ വേണ്ടി നിൽക്കുന്നവരാട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ച് പരിചയപ്പെട്ടു. നല്ല ആൾക്കാരായിരുന്നു. അവരെ കൂടെ തന്നെ നമ്മൾ അവിടെ ഇരുന്നു. 1 2 ഭജൻ ഞാൻ പറഞ്ഞു നമുക്ക് ഇരുന്ന് ചെല്ലാൻ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിയുന്ന പോലെ ചൊല്ലി അവിടെ ഇരുന്നിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ശിവേലിക്ക് കൂടുന്നവർ അങ്ങോട്ടേക്ക് കൂത്തമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് നടന്ന് പോകുന്നു. അപ്പോൾ ഓൾറെഡി കുറേ ആൾക്കാർ ശിവേലിക്ക് കൂടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവിടെ കുറേ ആൾക്കാരുണ്ട്. നമ്മളിങ്ങനെ നടന്ന് നീങ്ങി നിന്നെടുത്തുനിന്ന് ഞാനും മോനും പെട്ടെന്ന് ഷോക്കായിപ്പോയി എന്ന് വെച്ചാൽ ഒരു 1.5 ഷോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് നമ്മളെ കാലിൻ്റെ തൊട്ട് താഴെ, എൻ്റെയും മോൻ്റെയും തൊട്ടടുത്ത് കുറേ പേര് ചവിട്ടിയിട്ട് പോയിട്ടുണ്ട്. പട്ടുകോണമാണ് മുന്നിൽ കിടക്കുന്നത്, എൻ്റെയും മോൻ്റെയും. അപ്പം കുറേ ആൾക്കാർ മുന്നിൽ നിൽക്കുന്നുണ്ട്, അവരാരും അത് എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനത് വേഗം എടുത്തിട്ട് എനിക്ക് എന്താ നിമിഷത്തെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയൂല. അങ്ങനെ അങ്ങനെ മോൻ എൻ്റെ അടുത്ത് ആടുന്നു പിന്നെ തർക്കിക്കാൻ തുടങ്ങി. അമ്മ ഇത് ഞാനാണ് ആദ്യം കണ്ടത്, എനിക്കാ ഞാൻ പറഞ്ഞല്ല, എന്നാൽ പിന്നെ നീ എന്താ എടുക്കാതിരുന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ 2 പേരും സന്തോഷത്തോടെ കേട്ടാ
ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ശരിക്കും എൻ്റെ മോനാണ് ശരിക്കും അത്ഭുതപ്പെട്ടത്. കാരണം ഭഗവാന്റെ ഇങ്ങനെ കൃഷ്ണാനുഭവം ഞാൻ അവനോട് പറയുന്ന സമയത്ത് അവനിങ്ങനെ ഒരു വെച്ചാൽ അത് നമുക്കൊരു അനുഭവം നേരിട്ട് അറിയുമ്പോഴല്ലേ അതിൻ്റെ ആ ഒരു പവർ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതെനിക്ക് അത്രത്തോളം മോന് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് പറ്റില്ല. കാരണം അവർ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു പരിമിതി ഉണ്ടാവും. ഇത് ഡയറക്റ്റ് മോൻ കണ്ട സമയത്ത് ശരിക്കും മോൻ ഷോക്കായി. ഞാൻ പറഞ്ഞു, കണ്ട ഭഗവാന്റെ മായാജാലം നീ ഇപ്പം നേരിട്ട് കണ്ടില്ല, എനിക്കിപ്പം എന്ത് തോന്നിയിരിക്കുമ്പോൾ സത്യം അത്ഭുതം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ആ പട്ടുകോണകം എൻ്റെ കൈകളിൽ എത്തിയിരിക്കുന്നു. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് ഭഗവാന്റെ അടുത്ത്, ഞാൻ എന്താണോ പറഞ്ഞത്, എനിക്കത് ഭഗവാൻ തന്നിരിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ ഒരു നിമിഷം എന്ന് പറയുന്നത്. അതും കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ ബാഗിലിട്ടുകൊണ്ടായിരുന്നു ശിവേലിക്ക് ചുറ്റിയതും ഹരേ രാമ ഹരേ കൃഷ്ണ ചൊല്ലി മോനെ കൊണ്ട് മോൻ്റെ ഒന്നിച്ചെന്നെ അവർ പല കാര്യത്തിനും വിളിച്ചാലും മടി കാണിക്കുന്ന മോനാണ്. നല്ല ഉത്സാഹത്തോടെ വന്നു. സഹസ്രനാമം ഒന്നും ഇതുവരെ കാണാത്ത തൊടാത്ത കുഞ്ഞി എൻ്റെ മോൻ അറിയും പോലെ ചൊല്ലി. തെറ്റൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. നമ്മൾ ശീവേലിയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ അകത്ത് ഇരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവനക്കാർ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ പോകുന്നില്ല, എന്താ ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ. കാരണം നമ്മൾ അത് ചൊല്ലി തീർത്തിട്ട് ഭജനം ചൊല്ലി സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സമയമായിരുന്നു, അമ്പലം അടക്കുമല്ലോ. അങ്ങനെ സമയമായി, നിങ്ങൾ പോകണമെന്ന് പറഞ്ഞിട്ട് അന്നേരത്ത് നമുക്ക് ചൊല്ലി പൂർത്തിയായിട്ടുണ്ടായിട്ടില്ല സഹസ്രനാമം. പിന്നെ നമ്മൾ പുറത്തിരുന്നിട്ട് കിഴക്കേ നടയിൽ പുറത്തിരുന്നിട്ട് മുഴുവനായിട്ട് ചൊല്ലി സമർപ്പിച്ചു. അതിൻ്റെ ഇടയിൽ മോൻ പറഞ്ഞിട്ടുണ്ടായത്, അമ്മ എനിക്ക് പറ്റുന്നില്ല, ഞാൻ നിർത്തുന്നു. അതായത് അത് സംസ്കൃതമല്ലേ, അങ്ങനെ ആവുന്നില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല മോനെ സാരമില്ല, തെറ്റെന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അടുത്ത് ക്ഷമ പറഞ്ഞാൽ മതി, അറിയാതെ നമ്മൾ ഇങ്ങനെ ചൊല്ലുന്നതാണ്, ഓർക്കണമെന്നില്ല. പക്ഷെ അത് ഇഷ്ടത്തോടെയാണല്ലോ ചൊല്ലാന്ന് മോൻ്റെ വായിന്ന് വന്നത്. അപ്പം എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ നമ്മൾ ആ മനസ്സിൽ നിഷ്കളങ്കമായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും ഭഗവാൻ പൊറുക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ അത് സമർപ്പിച്ചു. അത് കഴിഞ്ഞ് നടയിൽ നിന്ന് എനിക്ക് കരഞ്ഞുപോയി. എൻ്റെയും മോൻ്റെയും മോൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, മോൻ്റെയും മാത്രം ഒരു നിമിഷമായിരുന്നു ആ സമയത്തെന്ന് പറയാം. ഞാനും മോനും മാത്രം. ഞാൻ എന്താണോ എൻ്റെ മോനെ കൊണ്ടുവന്ന് അമ്പലത്തിൽ നിന്ന് എനിക്ക് സാധിക്കണം എന്ന് എൻ്റെ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നത്, അത് നല്ല ഭംഗിയായിട്ട് നടന്നു. അത് കഴിഞ്ഞ് ഞാൻ നടയിൽ നിന്ന് കുറേ കരഞ്ഞു. എനിക്ക് കണ്ണ് നിറയും. എനിക്ക് ഭഗവാന്റെ ആ ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ടേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ എനിക്ക് പറഞ്ഞു തരാൻ അറിയൂല എന്താ ഒരു അനുഭൂതി എന്നുള്ളത്. ഭൂമിയിലൊരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ ഞാനത് ഗുരുവായൂരെന്ന് പറയും. എനിക്കങ്ങനെയാണ്. എനിക്ക് ആ ഒരു പരിസരവും ആ ചുറ്റുവട്ടത്തെ എങ്ങനെ എനിക്കെങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നൊരു സ്ഥലം എനിക്ക് വേറെ ഇല്ല. എനിക്ക് ഗുരുവായൂരാണ് എൻ്റെ സ്വർഗ്ഗം എന്ന് പറയാം. പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, നമ്മൾ സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് വൈകുണ്ഠ ഏകാദശി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാനും മോനും സഹസ്രനാമം ചൊല്ലിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. പിന്നെയാണ് എനിക്കത് മനസ്സിലായത്. എനിക്ക് ആ സമയത്ത് അത് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്താണെന്ന് ഭഗവാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊക്കെ എനിക്ക് സാധിച്ചു തന്നു. ശരിക്കും പറഞ്ഞാൽ ഭജൻ ചൊല്ലി സഹസ്രനാമം ചൊല്ലി ശിവേലിക്ക് കൂടി ഹരേരാമ ഹരേ കൃഷ്ണ ചൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഏറ്റവും വലുതായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു കൃഷ്ണാനുഭവം തരണേന്നായിരുന്നു. അപ്പോൾ അതും ഭഗവാൻ എനിക്ക് തന്നു. കാരണം സുനിയേട്ടൻ്റെ കയ്യിൽ ആ ഒരു പട്ടുകോണകം കണ്ട സമയത്ത് എനിക്ക് അത് കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു മണ്ടിയെ പോലെ ഈ പ്രസാദം ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ട് പിന്നെയും ഞാൻ ചന്ദനം വാങ്ങാൻ പോയി നിന്നതൊക്കെ എനിക്ക് ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിരാശയല്ലേ ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു നിരാശ ആദ്യം ഉണ്ടായെങ്കിലും പിന്നീട് ഭഗവാൻ എനിക്കത് തന്നു. എപ്പോഴും പറയല്ലേ, കണ്ണനെ ആദ്യം നമ്മളൊന്ന് കളിപ്പിക്കും, പിന്നെയാണ് ഭഗവാൻ നമുക്ക് തരിക എന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ ഗുരുവായൂരിൽ നിന്ന് മടങ്ങിയത്. ബുധനാഴ്ചയാണ് നമ്മൾ മടങ്ങുന്നത്. തിങ്കളാഴ്ചയാണ് ഗുരുവായൂരൊക്കെ പോയത്, ബുധനാഴ്ചയാണ് നമ്മൾ മടങ്ങുന്നത്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എന്ത് കഷ്ടതകളും സങ്കടങ്ങളും ഉണ്ടെങ്കിലും ഭഗവാനിലെ വിശ്വാസം നമ്മൾ കളയാൻ പാടില്ല. ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. എല്ലാവരുടെയും കൂടെ ഭഗവാനെ ആരൊക്കെ വിളിക്കുന്നുണ്ടോ അവരൊക്കെ കൂടെ ഭഗവാനുണ്ട്. അല്ലാതെയും നിഷ്കളങ്ക ഹൃദയങ്ങളിൽ ഭഗവാൻ വസിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഹൃദയശുദ്ധി നോക്കിയിട്ടാണ് ഭഗവാൻ എല്ലാവരെയും സ്നേഹിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. എല്ലാവരും ഉള്ളിലും നന്മയുണ്ടാവട്ടെ, എല്ലാവരും കൃഷ്ണപ്രിയരാവട്ടെ, എല്ലാവരും ഭഗവാനോട് ചേർന്ന് നിൽക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ എൻ്റെ കൃഷ്ണാനുഭവം എല്ലാ കൃഷ്ണപ്രിയർക്കും അവരവരുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ
ഉപകാരമാവുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ തളർന്നു നിൽക്കുന്ന ഒരു സമയത്തൊക്കെ ഇങ്ങനെ ആരെങ്കിലും അനുഭവം കേൾക്കുന്ന സമയത്ത് നമുക്കതൊരു മനസ്സിൻ്റെ ഒരു ആശ്വാസമാണ്. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരുടെ കൂടെയും ഭഗവാൻ ഉണ്ടാവട്ടെ, എല്ലാവരുടെ ഹൃദയങ്ങളിലും ഭഗവാൻ വസിക്കട്ടെ, ഭഗവാന്റെ ഹൃദയത്തിൽ നമ്മളും ഉണ്ടാവട്ടെ. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരേ കൃഷ്ണ. എന്നോട് ക്ഷമിക്കുക, എനിക്കൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു, എനിക്ക് അതൊക്കെ സാധിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഗുരുവായൂർ പോയെന്നുള്ളത്. അതിലൊരു കാര്യമാണ് പൂന്താനം നമ്പൂതിരി പൂജിച്ച കണ്ണനെ കാണാമെന്നുള്ളത്. ആ വിഗ്രഹം നാരായണാലയത്തിൽ, വടക്കേ നടയിലെ നാരായണാലയത്തിലാണുള്ളത് ഞാൻ അടുത്താട്ടോ അറിഞ്ഞത്. എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അത്. അപ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടും ഉണ്ടായിരുന്നില്ല, കാരണം കൂടുതൽ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട്. അങ്ങനെ എല്ലാവർക്കും എല്ലാ സമയത്തും കയറി ചെല്ലാൻ പറ്റുന്നൊരു സ്ഥലമാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അതിനെന്തൊക്കെ ചുറ്റവട്ടങ്ങളുണ്ടെന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് പോയി കാണാൻ പറ്റും. ഇപ്പോൾ ഈ വിഷ്വൽസിൽ ഞാൻ ആ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൂന്താനം പൂജിച്ച കണ്ണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിഷ്വൽസിൽ. ഒരു സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. അപ്പം വോയിസ് കൊടുത്തത് എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ എൻ്റെ അനുഭവം എന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. അതിൻ്റെ ഇടയിൽ പല മിസ്റ്റേക്സും വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതേതെങ്കിലും തരത്തിൽ അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നവർ ക്ഷമിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ടല്ല അറിയാണ്ട് വന്നു പോയതാണ്. കാരണം സ്ക്രിപ്റ്റഡ് അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമ്മൾ സാധാരണ പറഞ്ഞു പോകുമ്പം അങ്ങനെ സംഭവിക്കുമല്ലോ, അതിൻ്റെ പാകപ്പിഴകൾ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എല്ലാ കൃഷ്ണപ്രിയർക്കും ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഭഗവാനോട് എല്ലാവരും കൂടുതൽ അടുക്കട്ടെ. ഹരേ കൃഷ്ണ. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, സ്ക്രിപ്റ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ പറയാൻ വിചാരിച്ച കാര്യം ചിലത് വിട്ടു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മോനും ഞാനും ഷോക്കായിപ്പോയി ആ പട്ടുകോണകം കണ്ടപ്പോൾ എന്നുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇടങ്ങേറുണ്ടെന്നുള്ളത് ഞാൻ ആരെടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് മക്കളെടുത്തോ സുനിയേട്ടൻ്റെ അടുത്തോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനൊരു കൃഷ്ണാനുഭവം വേണമെന്ന് എൻ്റെ മനസ്സിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നെന്നും സുനിയേട്ടനെ ആ ഒരു പട്ടുകോണകം കിട്ടിയ സമയത്ത് എനിക്കൊരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നെന്നും എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്ക് ഉണ്ടായിരുന്നെന്നും ഒന്നും ഞാൻ ആരുടെ ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ പട്ടുകോണകം കണ്ട സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, മോൻ ഭയങ്കര ഷോക്കായിരുന്നു. ശരിക്കും ആശ്ചര്യപ്പെട്ടു പോയി. പിന്നെ അന്നേരത്ത് അത് കണ്ടിട്ട് അടുത്ത പാട് എൻ്റെ അടുത്ത് മോൻ പറഞ്ഞിട്ടുണ്ടായ ഒരു കാര്യം, അമ്മ എനിക്ക് മനസ്സിലായി ഇത് ഭഗവാന്റെ ആ ഒരു ലീലാവിലാസം എന്നൊക്കെ നമ്മൾ പറയില്ലേ, പിന്നെ നിങ്ങൾക്ക് അച്ഛന് പട്ടുകോണകം കിട്ടിയപ്പോൾ അമ്മക്ക് അത് കിട്ടാത്തതുകൊണ്ട് അമ്മയുടെ മനസ്സിൽ സങ്കടം ഉണ്ടായിരുന്നു. അമ്മ അത് കണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, കണ്ണൻ അത് സാധിപ്പിച്ച് തന്നല്ലേന്ന്. ഞാനൊന്നും ഒരു കാര്യം ആരുടെ അടുത്ത് പറഞ്ഞില്ല. ഇത് ഞാൻ പറയാണ്ടാണ് എൻ്റെ അടുത്ത് മോൻ ഇങ്ങോട്ട് പറയുന്നത്, ഇങ്ങനൊരു വിഷമം അമ്മക്ക് ഉണ്ടായിരുന്നു, അപ്പം ഭഗവാൻ അത് അമ്മക്ക് തന്നതാണല്ലേന്ന്. എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കരയണോ ചിരിക്കണോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം കൃഷ്ണാനുഭവം ഇങ്ങനെ പറയുന്നല്ലാണ്ട് ഞാൻ പറഞ്ഞല്ലോ, അത് അനുഭവത്തിൽ വരുമ്പോഴേ നമുക്കതിൻ്റെ ഒരു മാധുര്യം മനസ്സിലാവുന്നില്ലത്. മക്കൾക്കത് പറഞ്ഞത്രത്തോളം അത് മനസ്സിലാക്കി കൊടുക്കണമെന്നും അത് അറിയില്ലെന്നും ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ആ സമയത്ത് മോൻ്റെ വായിന്ന് അങ്ങനെ കേട്ട സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ തരിച്ചു പോയി. അങ്ങനെ ഒരു അതിശയം ഉണ്ടാവാൻ കാരണം മറ്റൊന്നല്ല, ഞാൻ ആദ്യം പറഞ്ഞല്ല, ഞാൻ ആരടുത്തും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു വിഷമം സങ്കടം ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഞാൻ പറയാണ്ട് തന്നെ ഓനത് മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ശരിക്കും ഞാൻ ഷോക്കായിപ്പോയി. അപ്പം ഭഗവാന്റെ ആ ഒരു എനിക്കത് പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. മോനിടക്ക് ആ ഭഗവാനിലുള്ളൊരു അടുപ്പം അങ്ങോട്ട് കൂടി. ഞാൻ മനസ്സുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കുന്നത് അത് മക്കൾ എന്നും ഭഗവാനോടുള്ള ഒരു ഭക്തി സ്നേഹം മക്കളെ മനസ്സിൽ എന്നും ഉണ്ടാവണമെന്നുള്ളത്. അപ്പം ഇങ്ങനെ നേരിട്ടൊരു അനുഭവം കൂടി ആകുമ്പോൾ അത് ആ മോൻ്റെ മനസ്സിലുണ്ടാക്കിയ ആ ഒരു വിശ്വാസവും സ്നേഹവും എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പം അതുകൂടെ എനിക്ക് ഈ ഒരു അനുഭവത്തിലൂടെ കിട്ടി. ഭഗവാന്റെ കാര്യം പറഞ്ഞാൽ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. കൃഷ്ണപ്രിയർക്ക് ഇഷ്ടമാണ്, കൃഷ്ണപ്രിയർക്ക് കേൾക്കാൻ ഇഷ്ടമാണ്, പറയാൻ ഇഷ്ടമാണ്. അപ്പോൾ എനിക്കത് പറയാതിരിക്കുമ്പോൾ എനിക്കൊരു പൂർണ്ണത തോന്നൂല ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യത്തിന്. അതാണ് ഞാനിത് കൂട്ടിച്ചേർത്തത്. അപ്പം എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ, അത്രയേ ഉള്ളൂ. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു.